സൗജന്യ ഭക്ഷണം 7ാം ക്ലാസ് തീർന്നു പോയപ്പോൾ ഞാൻ അനുഭവിച്ച വലിയൊരു പ്രതിസന്ധിയുണ്ട്. ഞാനൊന്നും കഴിക്കുന്നില്ല എന്ന കാര്യം ഒരു ആളും അറിയാൻ പാടില്ല എന്നൊരു, നമ്മൾ കുട്ടിയായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. 5ാം ക്ലാസ്സിലെ 1ാം ബെഞ്ചിന്റെ അറ്റത്തിരിക്കും പൊതിച്ചോറിനെ, ആ പൊതിച്ചോറിനെ ആർത്തിയാൽ നോക്കുന്നൊരോട്ട ഉടുപ്പുള്ള കാക്കക്കറുമ്പനെ. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ, മലയാള സിനിമയുടെ ഗാന ചരിത്രം എടുക്കുമ്പോൾ 10 പാട്ട് എന്റേതായി ഉണ്ടാവുന്നു. ഇങ്ങനെയൊന്നും ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെടുകയാണ്. ആ 8ാം ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഉള്ളിലെ 10 പാട്ട് എന്റേതായിരിക്കും. ഇനി എനിക്ക് വിടിരുന്നൊറ്റയ്ക്കു പാടുവാൻ കഴിയുമോരാ കിളി കൂട്ടുകാരി. ഈ കവിത ഞാൻ തന്നെ ചൊല്ലിക്കൊണ്ടാണ് സത്യത്തിൽ ആദ്യമായി സിനിമയിൽ എനിക്ക് ഒരു അവസരം ഉണ്ടാവുന്നത്. ഒട്ടിയ വയറുമായി നീ പണ്ടു കണ്ട സ്വപ്നത്തിലേക്ക് എനിക്ക് എത്ര ദൂരം, വയസ്സായിടും എനിക്കമ്മേ. മാനത്തെ മാരിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ, മാടത്തെ മാടക്കിടങ്ങൾ വാവുറങ്ങാരോ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥയിൽ അദ്ദേഹം മരിച്ചു കിടക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മുന്നിൽ എങ്ങനെയാണ് ഒരു കവിക്ക് കവിത ചൊല്ലാൻ കഴിയുന്നത്? കനവു കണ്ടു ഞാൻ നിന്നെ സുഹൃത്തേ, നിൻ കനലു ചിന്തുന്ന വാക്കിൻ്റെ തീരത്ത്, അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. ഒരു പുഴയും മറുപുഴയും ചേരുമ്പോൾ ഒരു നദിയായി കരകവിയാതൊഴുകുന്നു. അനുഭവങ്ങളാണ് ഒരു കവിതയുടെ ഡെപ്തിനെ നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മളെപ്പോഴും കവികളുടെ ജീവിതമോ ഇല്ലെങ്കിൽ എഴുത്തുകാരുടെയൊക്കെ ജീവിതം നോക്കുമ്പോൾ അതിനകത്തൊരു അനുഭവങ്ങളുടെ ആഴം ഉണ്ടെങ്കിൽ ആ ആഴം ഒരുപക്ഷെ നമുക്ക് അനുഭവപ്പെടുന്നതിൻ്റെ തീവ്രത കൂട്ടും. അപ്പോൾ വെറുതെ എഴുത്തല്ല എന്നുള്ളതാണ്. ശരിക്കും മുരുകൻ കാട്ടാക്കട ഉണ്ടായതിൻ്റെ പിന്നിൽ ആ വ്യക്തി വളർന്നു വന്നൊരു സാഹചര്യം ഉണ്ടാവും. അത്രയും തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങൾ കിട്ടിയാലേ ഇത്തരത്തിൽ ശക്തമായിട്ട് ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിയുള്ളൂ. ആ ഒരു ഏരിയയും കൂടെ ഒന്ന് പറയാം. അതെ, അതായത് അത് സത്യമാണ്. രജനീഷ് സൂചിപ്പിച്ച പോലെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയതൊരു സമൃദ്ധമായ ആ ജീവിതം എന്ന് പറഞ്ഞാൽ ബാല്യമാണ്. അതായത് ഒരുപാട് അനുഭവങ്ങളുള്ള ബാല്യം, അതാണ് ഈ സമൃദ്ധമായ ബാല്യം എന്ന് പറഞ്ഞാൽ. അതിനകത്ത് എല്ലാ അനുഭവങ്ങളും ഉണ്ട്. ഞാനത് പല എൻ്റെ കവിതകൾ അറിയാതെ വന്നിട്ടുണ്ട്. അവഗണന, അടിമത്തം, അപകർഷ ജീവിതം, അധികാരധിക്കാരം, ഇതെല്ലാം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ അറിയാതെ കവിതയിൽ കയറി വരും. ഞാൻ എൻ്റെ ബാല്യത്തെ പൂർണ്ണമായും ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു കവിത ഉണ്ട്. അതിൻ്റെ പേര് ഓർമ്മ മഴക്കാറെന്നാണ്. അതിനകത്ത് ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ലൈഫിൽ ബാല്യം അതിനകത്തുണ്ട്. 5ാം ക്ലാസ്സിലെ 1ാം ബെഞ്ചിൻ്റെ അറ്റത്തിരിക്കും പൊതിച്ചോറിനെ, ആ പൊതിച്ചോറിനെ ആർത്തിയാൽ നോക്കുന്ന ഒരു ഓട്ട ഉടുപ്പുള്ള കാക്കക്കറുമ്പനെ. 5ാം ക്ലാസ് എന്നാണ് ഞാൻ എഴുതിയെങ്കിലും സത്യത 8ാം ക്ലാസ്സാണ്. 8ാം ക്ലാസ്സിൽ അന്ന് ഒരു പ്രത്യേകതയുണ്ട്. 7ാം ക്ലാസ് വരെ അന്ന് ഉച്ചക്കഞ്ഞി സൗജന്യ ഭക്ഷണം ഉണ്ടായിരുന്നു. കഞ്ഞി അല്ല അന്ന്. അപ്പോൾ അന്ന് സൗജന്യ ഭക്ഷണം 7ാം ക്ലാസ് തീർന്നു പോയപ്പോൾ ഞാൻ അനുഭവിച്ച വലിയൊരു പ്രതിസന്ധിയുണ്ട്. അതായത് നമ്മുടെ അഭിമാനത്തിന് ക്ഷത ഉണ്ടാകാനും പാടില്ല. ഞാനൊന്നും കഴിക്കുന്നില്ല എന്ന കാര്യം ഒരു ആളും അറിയാൻ പാടില്ല എന്നൊരു, നമ്മൾ കുട്ടിയായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ തിരക്കഥ എഴുതിയാണ് ആദ്യ ദിവസം സ്കൂളിൽ പോകുന്നത്. അപ്പം ഞാൻ എന്നിട്ട് എൻ്റെ കൂട്ടുകാരെ പറഞ്ഞു പറ്റിക്കും. അപ്പോൾ അവർ എന്നിട്ട് ഒരുമിച്ച് പുറത്തിറങ്ങിയിട്ട് അവരൊരു കടയിൽ കയറുമ്പോൾ ഞാൻ പറയും, ഇത് വൃത്തിയില്ല ഈ കട, ഞാൻ ഇവിടെ കയറില്ല എന്ന് ആദ്യമേ അവരെ അങ്ങ് ബോധ്യപ്പെടുത്തി. ഞാൻ കുറച്ചുകൂടെ കൊള്ളാവുന്ന കട അന്വേഷിച്ച് പോകുന്നതായിട്ട് പോകും. അങ്ങനെ കുറേ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ നടന്നിട്ട് അവരെല്ലാം തിരിച്ചെത്തുമെന്ന് ബോധമുള്ളപ്പോൾ തിരിച്ചു വരും. എല്ലാ ദിവസവും അതായിരുന്നു പണി. ചില ദിവസം തിരിച്ചു വരുമ്പോൾ 8ാം ക്ലാസ്, ഞാൻ 5ാം ക്ലാസ്സാണ്, ഞാൻ പറഞ്ഞില്ലേ കവിതയിൽ 5ാം ക്ലാസ് എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നതെങ്കിൽ 8ാം ക്ലാസ്സാണ്. അപ്പം തിരിച്ചു കയറുമ്പോൾ എല്ലാവരും കഴിക്കുന്നുണ്ടാവും, പൊതിച്ചോറുണ്ടാകും, അങ്ങനെ അല്ലെങ്കിൽ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കഴിച്ചിട്ട് തിരിച്ചു വന്നു. അതെല്ലാം പ്ലാൻ ചെയ്തിട്ടേ ഞാൻ കയറൂ. ഓട്ടപ്പൈപ്പ് കവിതേ പ്രിയപ്പെട്ട ശൈലപുത്രി, നിള പോലെ പ്രിയമെൻ്റെ നെയ്യാറുപോലെ, നീ ഒഴുകിപ്പരക്കുകിന്നവനിലും ഇവനിലും അതിരിലും പതിരിലും പിന്നെ ഈ എന്നിലും. അങ്ങനെയുണ്ട്. 5ാം ക്ലാസ്സിലെ 1ാം ബെഞ്ചിന്റെ അറ്റത്തിരിക്കും പൊതിച്ചോറിനെ, 5ാം ക്ലാസ്സിലെ 1ാം ബെഞ്ചിന്റെ അറ്റത്തിരിക്കും പൊതിച്ചോറിനെ, ആ പൊതിച്ചോറിനെ ആർത്തിയാൽ നോക്കുന്നൊരോട്ട ഉടുപ്പുള്ള കാക്കക്കറുമ്പനെ, കവിതേ പ്രിയപ്പെട്ട ശൈലപുത്രി ഒപ്പിയെടുക്കു നീ പിന്നെയും പിന്നെയും. കൂട്ടുകാർ വട്ടത്തിലുണ്ണാനിരിക്കുമ്പോൾ ഓട്ടപ്പൈപ്പിലെ
ചീറ്റുന്ന വെള്ളത്തെ ഉള്ളില നീറ്റലിലേക്കു ചാൽ കീറുന്നൊരോട്ട ഉടുപ്പുള്ള കാക്ക കറുമ്പനെ കവിതേ പ്രിയപ്പെട്ട ശൈലപുത്രി ഒപ്പിയെടുക്കു നീ പിന്നെയും പിന്നെയും. കണ്ണീരു കൂട്ടിക്കുഴച്ചമ്മ നൽകുന്ന കപ്പപ്പുഴുക്കിന്റെ മത്തുള്ളൊരോർമ്മ പോൽ, കണ്ണീരു കൂട്ടിക്കുഴച്ചമ്മ നൽകുന്ന കപ്പപ്പുഴുക്കിന്റെ മത്തുള്ളൊരോർമ്മ പോൽ, ഓർമ്മയിൽ വീശും വിശപ്പിന്റെ കാറ്റേറ്റു വാടി വീഴുന്നു നിറം കെട്ട ചെമ്പകം. അതായിരുന്നു ബാല്യം. അപ്പൊ ഈ അമ്മ കപ്പ മാത്രമായി പുഴുങ്ങി ഇങ്ങനെ പച്ചവെള്ളം തളിച്ചു തരുമ്പോൾ അമ്മയുടെ കണ്ണുനീരും കൂടെ അതിൽ വീഴും. അപ്പം അത് വാരി കഴിച്ചിട്ട് കിടക്കുമ്പോൾ ഒരു മത്തുണ്ടാവും. നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ കപ്പ ധാരാളമായി കഴിച്ചാലേ നമുക്കൊരു മത്തുണ്ടാവും. കാരണം അതിനൊരു പ്രത്യേകത ഉണ്ട്. അതിനകത്ത് അങ്ങനെ അസിഡിറ്റി കണ്ടന്റ് കൂടുതലാണ്. ആ ഓർമ്മകളാണ്. പൊത്ത പോക്കറ്റിലൂടെ ഊർന്നു പോകുന്ന ഒരു ഞാറപ്പഴത്തിന്റെ കട്ടി ചുവപ്പ് പോൽ, ഓർമ്മയിൽ വീശും വിശപ്പിന്റെ കാറ്റേറ്റു വാടി വീഴുന്നു നിറം കെട്ട ചെമ്പകം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ബാല്യം സമൃദ്ധമായിരുന്നു. അനുഭവങ്ങൾ കൊണ്ടേ, ധാരാളമായ അനുഭവങ്ങൾ കൊണ്ട് സമൃദ്ധമായ ഒരു ബാല്യം ഉള്ളത് കൊണ്ടും കൂടെയാണ് ഈ നെയ്യാറും ബാല്യവും ചേർന്നതാണ് എൻ്റെ യഥാർത്ഥത്തിലെ ഈ കവിതയുടെ ശില്പശാല. എൻ്റെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് അതായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മളിത് പോസിറ്റീവായി ആലോചിക്കുകയും വളരെ അല്ല, ഞാൻ പറയട്ടെ, അവിടെ ഞാൻ രജനീഷ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ദിവസം ഞാൻ 8ാം ക്ലാസ്സിൽ കയറി വരുമ്പോഴുണ്ടല്ലോ ആരും വന്നിട്ടില്ല ക്ലാസ്സിൽ ആരുമില്ല. അപ്പോൾ സാധാരണ എല്ലാവരും വരുന്ന കുറച്ചാളുകളെങ്കിലൊക്കെ വരുന്ന സമയത്തായിരിക്കും ക്ലാസ്സിൽ കയറി വരുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കയറി വരുമ്പം ക്ലാസ് ആരുമില്ല, വിജനമാണ്. അപ്പം ഞാൻ എൻ്റെ 4ാമത്തെ ബെഞ്ചിൽ ഞാൻ ഇങ്ങനെ വെറുതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വേദനിച്ചിരിക്കുമ്പോൾ, കാരണം യഥാർത്ഥത്തിൽ അന്നെന്തോക്കെ വേദന ഉള്ളിലുണ്ട്. എല്ലാ ദിവസവും പോലെ അവിടെ പോയി വെള്ളമൊക്കെ കുടിച്ച് വരികയാണ്. അപ്പോഴാ ജംഗ്ഷനിൽ ഈ ഇൻ്റർവെൽ സമയമുണ്ട്. അന്ന് വൈകുന്നേരം നടക്കുന്ന പൊതുയോഗത്തിന് കുട്ടികളെ വിട്ടതുകൊണ്ട് അവർ കോളാമ്പിയിലൂടെ പാട്ടിട്ടിരിക്കുകയാണ്. ക്ലാസ് തുടങ്ങുമ്പോൾ കട്ടാക്കും. അന്ന് ആ കോളാമ്പിയിലൂടെ ഇങ്ങനെ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം എന്ന പാട്ട് വരുന്നു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടാ, മലയാള സിനിമയുടെ ഗാന ചരിത്രം എടുക്കുമ്പോൾ 10 പാട്ട് എൻ്റെതായി ഉണ്ടാവുന്നു. എങ്ങനെയെന്ന് ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെടുകയാണ്. ആ 8ാം ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഉള്ളിലെ 10 പാട്ട് എൻ്റെതായിരിക്കും. എങ്ങനെയാണ് അത് പറയാൻ പറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും അത്ഭുതകരമാണ്. അതാണ് അൽക്കമിസ്റ്റിൽ പുള്ളി പറയുന്നത് പോലെ, നമ്മളൊരു കാര്യം ഇങ്ങനെ ഗാഠമായി ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ അത് നടപ്പാക്കുന്നതിന് ഗൂഢാലോചന ചെയ്യുമെന്നാണ് പറയുന്നത് മൗലവി. അപ്പൊ എൻ്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അതാണ്. ഞാൻ അതിനു വേണ്ടി ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു ശ്രമവും നടത്തിയിട്ടില്ല. പക്ഷേ കൃത്യമായും ആ സിനിമാ മേഖലയിൽ നിന്ന് ആരുടെയും പിന്നിൽ ഞാൻ പോയിട്ടില്ല. ആരോടും അങ്ങോട്ട് പോയി ഇത് ശ്രമിച്ചിട്ടുമില്ല. പക്ഷേ ആദ്യം ഞാൻ എഴുതുന്നത് ഒരു നമ്മുടെ നാട്ടിലെല്ലാം ഈ തിരുവനന്തപുരത്തെ കുറച്ച് കുട്ടികൾ എൻ്റെ ഈ കന്നഡയൊക്കെ വന്നതിന് ശേഷമാണ്. അപ്പോൾ പറഞ്ഞു, ചേട്ടാ ഞങ്ങളിങ്ങനെ ചെറിയ സിനിമ എടുക്കുന്ന ഒരു. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അന്ന് ഞാൻ ആലോചിച്ച കാര്യം. അപ്പം ഞാൻ പെട്ടെന്ന് കയറിയേറ്റു. പക്ഷെ അത് കവിതയായിരുന്നു. ഞാൻ എൻ്റെ കവിത അത് ആലപിക്കും. പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ, ഇനി എനിക്ക് വിടിരുന്നൊറ്റയ്ക്കു പാടുവാൻ കഴിയുമോരാ കിളി കൂട്ടുകാരി. ഇനിയൻ കരൽ കൂട്ടിൽ നിലവിന്റെ കുയിൽ മുട്ട അടപൊട്ടി വിരിയുമോ കൂട്ടുകാരി. ഇനി എൻ്റെ ഓർമ്മകളിൽ നിറമുള്ള പാട്ടുകൾ മണിവീണ മൂളുമോ കൂട്ടുകാരി. നഷ്ടമോഹങ്ങൾക്കുമേലടയിരിക്കുന്ന പക്ഷിയാണിന്നു ഞാൻ കൂട്ടുകാരി. ഇഷ്ടമോഹങ്ങൾക്കു വർണ്ണരാഗം ചേർത്തു പട്ടു നെയ്യുന്നു നീ പാട്ടുകാരി. നഷ്ടമോഹങ്ങൾക്കുമേലടയിരിക്കുന്ന പക്ഷിയാണിന്നു ഞാൻ കൂട്ടുകാരി. ഇങ്ങനെ തുടങ്ങുന്ന പാട്ട് കവിത.